ഒരല്പനേരം നിൽക്കൂ. ഫോൺ താഴെ വയ്ക്കൂ. സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്ത് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ. അവസാനമായി നിങ്ങൾ എപ്പോഴാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ അതെ, ഇന്നെനിക്ക് ജീവിക്കണം എന്ന് ചിന്തിച്ചത്? ഉത്തരം ഓർമ്മ വരുന്നില്ലെങ്കിൽ, ചിന്തിക്കാൻ സമയമെടുക്കുന്നുവെങ്കിൽ, ഉള്ളിൽ എന്തെങ്കിലും ഒരു വിങ്ങൽ തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് പുറമേ ജീവിതം എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാത്തൊരു ജീവിതമാണ്. രാവിലെ എഴുന്നേൽക്കുക, അലാറം ഓഫ് ചെയ്യുക, മുഖം കഴുകുക, ജോലിക്ക് പോവുക, ക്ഷീണിച്ച് വീട്ടിൽ വരിക, ഫോൺ നോക്കുക, ഉറങ്ങുക. അടുത്ത ദിവസവും ഇതേ ലൂപ്പ്, ഇതേ ചക്രം, ഇതേ ദിനചര്യ. യാതൊരു ആവേശവുമില്ലാതെ, യാതൊരു ഉത്സാഹവുമില്ലാതെ, യാതൊരു ലക്ഷ്യവുമില്ലാതെ. ഏറ്റവും ഭയാനകമായ കാര്യം നമ്മളിത് തിരിച്ചറിയുന്നില്ല എന്നതാണ്. നമ്മൾ ജീവിക്കുകയാണെന്ന് നമ്മൾ കരുതുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ വെറുതെ അതിജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കർമാരിൽ ഒരാളായ ശിവ് ഖേര കേൾക്കാൻ കൈപുണ്ടെങ്കിലും വളരെ സത്യമായൊരു കാര്യം പറഞ്ഞു. ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ 25ാമത്തെ വയസ്സിൽ മരിക്കുന്നു. വെറും 75ാമത്തെ വയസ്സിലാണ് അവരെ അടക്കം ചെയ്യുന്നത്. നിൽക്കൂ, ഈ കാര്യം ഒരിക്കൽ കൂടി കേൾക്കൂ. 25ാം വയസ്സിൽ മരിക്കുന്നു. അതിനർത്ഥം അവരുടെ സ്വപ്നങ്ങൾ അവിടെ വെച്ച് അവസാനിക്കുന്നു എന്നാണ്. അവരുടെ ആവേശം അവിടെ തീരുന്നു. അവരുടെ അഭിനിവേശം അവിടെ കുഴിച്ചുമൂടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടിയിരുന്ന അവരുടെ ജീവിതം അവിടെ അവസാനിക്കുന്നു. ബാക്കിയുള്ള 50 വർഷം അവർ ജീവനുള്ള ഒരു ശവത്തെപ്പോലെ ഈ ദിനചര്യകൾ ചുമന്നുകൊണ്ട് നടക്കുന്നു. നിങ്ങളും അക്കൂട്ടത്തിലാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളും ഏതെങ്കിലും ഒരു അലമാരയിൽ പൂട്ടിയിട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ആഗ്രഹങ്ങളും ഏതെങ്കിലും മൂലയിൽ പൊടിപിടിച്ച് കിടക്കുകയാണോ? നിങ്ങളും നാളെ മുതൽ തുടങ്ങും എന്ന് പറഞ്ഞ് വർഷങ്ങൾ പാഴാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത കുറച്ച് മിനിറ്റുകൾ ജീവിതത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റും. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ശിവ് ഖേരയുടെ ജീവിതം മാറ്റിമറിക്കുന്ന പുസ്തകമായ ലിവ് വൈൽ യു ആർ അലൈവ് എന്നതാണ്. സമ്മർദ്ദങ്ങളെ വേരോടെ പിഴുതെറിയാനും ജീവിതത്തിന് ആഴത്തിലുള്ള ഒരു ലക്ഷ്യം നൽകാനും എല്ലാ ദിവസവും അലാറത്തിന് മുമ്പ് എഴുന്നേൽക്കാൻ ഒരു കാരണം കണ്ടെത്താനും നിങ്ങളെ പഠിപ്പിക്കുന്ന രഹസ്യങ്ങൾ. ഇതൊരു പുസ്തക സംഗ്രഹം മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഉണരാനുള്ള ഒരു വിളിയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതത്തിലേക്കുള്ള ഒരു ക്ഷണമാണിത്. കാരണം ഓർക്കുക, നിങ്ങളിവിടെ വന്നത് വെറുതെ സമയം ചിലവഴിക്കാനല്ല, നിങ്ങളിവിടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. സ്വാഗതം. ഓരോ പുസ്തകവും നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു. അധ്യായം 1. ജീവിതം ഒരു സമ്മാനമാണ്, അത് പാഴാക്കരുത്. ശിവ് ഖേര വളരെ ശക്തമായൊരു കാര്യത്തോടെയാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറയുന്നു, ജീവിതം ഒരു സമ്മാനമാണ്, പക്ഷേ ഈ സമ്മാനം യാതൊരു നിർദ്ദേശങ്ങളുമില്ലാതെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ സമ്മാനം തുറന്നുനോക്കുക പോലുമില്ല. അവരത് ഒരു മൂലയിൽ വെച്ചിട്ട് വിചാരിക്കും, പിന്നീട് നോക്കാം, ഇപ്പൊ സമയമില്ലാന്ന്. ഒരിക്കൽ ഒരു സമ്പന്നനായ പിതാവ് തന്റെ മകന് ജന്മദിനത്തിൽ വളരെ മനോഹരമായ വില കൂടിയ ഒരു സമ്മാനം നൽകി. കൃത്യമായി പൊതിഞ്ഞ മനോഹരമായി അലങ്കരിച്ച ഒന്ന്. മകൻ അത് ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. അച്ഛാ, ഞാനിപ്പോൾ തിരക്കിലാണ്, പിന്നീട് തുറക്കാം. മാസങ്ങൾ കഴിഞ്ഞു, സമ്മാനം അവിടെ തന്നെയിരുന്നു. ഒരു ദിവസം അച്ഛൻ തന്നെ ആ സമ്മാനം തുറന്നു. അതിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു സംഗീത ഉപകരണമായിരുന്നു. അത് വായിക്കുക എന്നത് ആ മകന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എന്നാൽ ആ ഉപകരണം ഇത്രയും കാലം അടഞ്ഞുകിടന്നതുകൊണ്ട് അതിലെ കമ്പികളെല്ലാം തുരുമ്പെടുത്തിരുന്നു. കമ്പികൾ നശിച്ചുപോയിരുന്നു. ഇപ്പോൾ അത് വായിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി. അച്ഛൻ പറഞ്ഞു, മകനെ, ഇതാണ് നീ നിന്റെ ജീവിതത്തോടും ചെയ്തത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളും ചെയ്യുന്നത്. ഒരു മികച്ച സമ്മാനമായി നമുക്ക് ജീവിതം ലഭിച്ചു, പക്ഷെ നമ്മളത് തുറക്കുന്നില്ല, അത് ജീവിക്കുന്നില്ല. നമ്മളത് പര്യവേക്ഷണം ചെയ്യുന്നില്ല. നമ്മൾ പിന്നീടെന്ന് പറയുന്നു. ആ പിന്നീട് ഒരിക്കലും വരില്ല. ജീവിതത്തിൽ റിഹേഴ്സലുകളില്ല എന്ന് ശിവ് ഖേര പറയുന്നു. ഇതൊരു തത്സമയ പ്രകടനമാണ്. ഈ പ്രകടനം ഒരു തവണ മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് ഓരോ ദിവസവും ഗൗരവമായി കാണുക. ഓരോ നിമിഷത്തിനും വില കൊടുക്കുക. എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുക. കാരണം സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല. നമ്മളിത് തിരിച്ചറിയുമ്പോൾ, ആത്മാർത്ഥമായ ആഴത്തിൽ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടും മാറുന്നു. ആ വിരസമായ തിങ്കളാഴ്ച ഒരു പുതിയ അവസരമായി മാറുന്നു. ആ ദിനചര്യകൾ പുതിയ സാധ്യതകളായി മാറുന്നു. ആ സാധാരണ നിമിഷം ഒരു അസാധാരണ ഓർമ്മയായി മാറുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ. അധ്യായം 2. ലക്ഷ്യം. ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത കപ്പൽ പോലെയാണ്. ശിവ് ഖേര വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? അലാറം കാരണമോ, ജോലി കാരണമോ, ബില്ലുകൾ അടയ്ക്കാനോ, അതോ നിങ്ങളെ ആത്മാർത്ഥമായി ആവേശഭരിതനാക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ടോ? അദ്ദേഹം പറയുന്നു, എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാത്ത ഒരു കപ്പലിന് ഏത് കാറ്റടിച്ചാലും ഗുണമുണ്ടാകില്ല. ലക്ഷ്യമില്ലാത്ത ജീവിതവും ഇതുപോലെയാണ്. നിങ്ങളുടെ പക്കൽ ഊർജ്ജമുണ്ട്,
വിഭവങ്ങളുണ്ട്, സമയമുണ്ട്. പക്ഷെ ദിശയില്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. സുരേഷ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും വിജയിച്ചവൻ. നല്ല ജോലി, നല്ല വീട്, നല്ല കുടുംബം. എന്നാൽ എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് അവന് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുമായിരുന്നു. ഉള്ളുപൊള്ളയായ ഒരു തോന്നൽ. എന്തോ നഷ്ടപ്പെട്ടതുപോലെ. അതെന്താണെന്ന് അവനറിയില്ലായിരുന്നു. ഒരു ദിവസം അവനൊരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. അവനൊരു ചെറിയ സന്നദ്ധ സംഘടന നടത്തുകയായിരുന്നു. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പണം കുറവായിരുന്നു, വിഭവങ്ങളും കുറവായിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു, ഒരു ഊർജ്ജമുണ്ടായിരുന്നു, ഒരു ജീവനുണ്ടായിരുന്നു. സുരേഷ് ചോദിച്ചു, സുഹൃത്തേ, നീ എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കുന്നു? എന്റെ പകുതി പോലുമില്ലല്ലോ നിന്റെ പക്കൽ. സുഹൃത്ത് പറഞ്ഞു, നിന്റെ പക്കൽ എല്ലാമുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയില്ല. എനിക്ക് കുറവാണുള്ളത്, പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം. ഇതാണ് ലക്ഷ്യം. ലക്ഷ്യമെന്ന് വെച്ചാൽ വലിയൊരു ദൗത്യമുണ്ടായിരിക്കണം എന്നല്ല. ലക്ഷ്യമെന്നാൽ ഒരു കാരണം, ഒരർത്ഥം. എന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാൻ സഹായിക്കുന്ന ഒരു കാര്യം. ലക്ഷ്യം കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പവഴിയായി 3 ചോദ്യങ്ങൾ ചോദിക്കാൻ ശിവ് ഖേര പറയുന്നു. 1. എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്? 2. ഞാൻ ഏത് കാര്യത്തിലാണ് സ്വാഭാവികമായും മിടുക്കനായിട്ടുള്ളത്? 3. എനിക്ക് നൽകാൻ കഴിയുന്ന എന്ത് കാര്യത്തിനാണ് ലോകത്തിന് ആവശ്യമുള്ളത്? ഇവ 3ഉം ഒത്തുചേരുന്നിടത്താണ് നിങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യം ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഓരോ പ്രഭാതവും വ്യത്യസ്തമായിരിക്കും. ആ ലക്ഷ്യത്തോടെ ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ജീവിതം. അധ്യായം 3. മനോഭാവം. ജീവിതം എന്നത് 10% നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും 90% നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ്. ശിവ് ഖേരയുടെ ഏറ്റവും പ്രശസ്തമായ പാഠം ഇതാണ്. ഈ പാഠം വളരെ ശക്തവും ജീവിതം മാറ്റിമറിക്കുന്നതുമായതിനാൽ ഇത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയായിരിക്കില്ല. അദ്ദേഹം പറയുന്നു, ജീവിതം എന്നത് 10% നമുക്കെന്ത് സംഭവിക്കുന്നു എന്നതും 90% നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാണ്. 2 ആളുകൾ ഉണ്ടെന്ന് കരുതുക. 2 പേർക്കും ജോലി നഷ്ടപ്പെട്ടു. ഒരേ സാഹചര്യം, ഒരേ അവസ്ഥ. ആദ്യത്തെയാൾ പറഞ്ഞു, എല്ലാം തീർന്നു, എന്റെ ജീവിതം നശിച്ചു. ദൈവം എപ്പോഴും എന്നോട് മോശമായിട്ടേ പെരുമാറും. ഇനി എന്ത് സംഭവിക്കും? എല്ലാം അവസാനിച്ചു. രണ്ടാമത്തെയാൾ പറഞ്ഞു, ശരിയാണ്, ഇതൊരു വലിയ നഷ്ടമാണ്, പക്ഷേ ഇതൊരു അവസരം കൂടിയാണ്. എനിക്ക് എപ്പോഴും ചെയ്യണം എന്നാഗ്രഹിച്ച കാര്യങ്ങൾ ഇനി ചെയ്യാം. പുതിയ കാര്യങ്ങൾ പഠിക്കാം, പുതിയതുണ്ടാക്കാം. ഒരേ സംഭവം, ഒരേ നഷ്ടം, ഒരേ വേദന. പക്ഷേ 2 വ്യത്യസ്ത മനോഭാവങ്ങൾ, 2 വ്യത്യസ്ത പ്രതികരണങ്ങൾ. അവസാനമായി 2 വ്യത്യസ്ത ജീവിതങ്ങൾ. നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ പ്രതികരണം നിങ്ങൾക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ കഴിയും. ആ തിരഞ്ഞെടുപ്പാണ്, ആ പ്രതികരണമാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ശിവ് ഖേര പറയുന്നു. വളരെ പ്രചോദനം നൽകുന്ന ഒരു കഥയുണ്ട്. ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാളുടെ പാടത്ത് വളരെ പഴയതും ആഴത്തിലുള്ളതുമായ ഒരു കിണറുണ്ടായിരുന്നു. അതിപ്പോൾ ഒന്നിനും കൊള്ളാത്തതായിരുന്നു. ഒരു ദിവസം ആ കൃഷിക്കാരന്റെ കഴുത ആ കിണറ്റിൽ വീണു. കഴുതയെ പുറത്തെടുക്കാൻ കൃഷിക്കാരൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. കിണർമണ്ണ് നിറച്ചു മൂടാൻ അയാൾ തീരുമാനിച്ചു. കഴുതയും മരിക്കും, കിണറും അടയും. അയാൾ മണ്ണിടാൻ തുടങ്ങി. എന്നാൽ കഴുത ചെയ്തത് വ്യത്യസ്തമായ ഒന്നാണ്. മുകളിൽ നിന്ന് വരുന്ന മണ്ണ് അത് കാലുപയോഗിച്ച് അമർത്തി ആ മണ്ണിന് മുകളിൽ കയറി നിന്നു. കുറച്ചുകൂടി മണ്ണ് വരുമ്പോൾ അത് വീണ്ടും അമർത്തുകയും മുകളിലേക്ക് വരികയും ചെയ്തു. പതിയെ അതിനെ മൂടാൻ വന്ന മണ്ണ് തന്നെ അതിനെ മുകളിലേക്ക് ഉയർത്തി. ഒരു സമയം വന്നപ്പോൾ ആ കഴുത കിണറ്റിൽ നിന്ന് പുറത്തുവന്നു. ഇതാണ് മനോഭാവം. നിങ്ങളെ തളർത്താൻ വരുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ചവിട്ടുപടികളാക്കി മാറ്റുക. പ്രശ്നങ്ങളെ ശത്രുക്കളായി കാണരുത്, അവയെ അധ്യാപകരായി കാണുക. വെല്ലുവിളികളെ തടസ്സങ്ങളായല്ല, അവസരങ്ങളായി കാണുക. എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും പോസിറ്റീവായ ഒരു പ്രതികരണം തിരഞ്ഞെടുക്കുക. ഇതാണ് മനോഭാവം. ഈ 90% നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത്. അധ്യായം 4. ബന്ധങ്ങൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. ശിവ് ഖേര വളരെ വികാരഭരിതമായ ഒരു കാര്യം പറയുന്നു. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലായിരിക്കുമ്പോൾ അയാൾ തന്റെ ബാങ്ക് ബാലൻസ് ഓർക്കുന്നില്ല. അയാൾ തന്റെ നേട്ടങ്ങളെ ഓർക്കുന്നില്ല. അയാൾ തന്റെ കാറുകളെ ഓർക്കുന്നില്ല. ആളുകളെയാണ്, ബന്ധങ്ങളെയാണ് ഓർക്കുന്നത്. താൻ ആരുടെയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളെ. ആരെങ്കിലും തന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ, ആരെങ്കിലും തന്നോടൊപ്പം ചിരിച്ചപ്പോൾ, ആരെങ്കിലും തനിക്കുവേണ്ടി കരഞ്ഞപ്പോൾ. ബന്ധങ്ങൾ, ഇതാണ് യഥാർത്ഥ സമ്പത്ത്. പക്ഷേ ഈ സമ്പത്തിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത്. ഒരു അച്ഛനുണ്ടായിരുന്നു, വലിയൊരു ബിസിനസ്സുകാരൻ. വളരെ തിരക്കുള്ളവൻ, എപ്പോഴും മീറ്റിംഗുകൾ, എപ്പോഴും യാത്രകൾ, എപ്പോഴും ജോലി. അവന്റെ ചെറിയ മകൻ എന്നും ചോദിക്കുമായിരുന്നു, അച്ഛാ, ഇന്ന് എന്റെ കൂടെ കളിക്കുമോ? അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, മോനെ, ഇന്നില്ല, ഒരുപാട് ജോലിയുണ്ട്, നാളെ തീർച്ചയായും. ആ നാളെ ഒരിക്കലും വന്നില്ല.
മകൻ വലുതായി കോളേജിൽ പോയി. പിന്നീട് ജോലി, കല്യാണം, കുട്ടികൾ. ഒരു ദിവസം ആ അച്ഛൻ വിരമിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. മകനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. താൻ ഒരിക്കലും ചെലവഴിച്ചിട്ടില്ലാത്ത ആ സമയം അവനോടൊപ്പം ചെലവഴിക്കാൻ. എന്നാൽ ഇപ്പോൾ മകൻ തിരക്കിലായിരുന്നു. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇന്നില്ല, ഒരുപാട് ജോലിയുണ്ട്, നാളെ തീർച്ചയായും. അപ്പോൾ ആ അച്ഛന് മനസ്സിലായി, താൻ ചെയ്തത് തന്നെയാണ് താൻ മകനെയും പഠിപ്പിച്ചത് എന്ന്. ബന്ധങ്ങൾക്ക് സമയം നൽകുക, ശ്രദ്ധ നൽകുക, ഊർജം നൽകുക എന്ന് ശിവ് ഖേര പറയുന്നു. കാരണം നമ്മൾ മറ്റൊരാളോടൊപ്പം ചെലവഴിക്കാത്ത നിമിഷങ്ങളെക്കുറിച്ചാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തപിക്കുന്നത്. നമ്മൾ വിളിക്കാത്ത ആ ഫോൺ കോളിനെക്കുറിച്ചുള്ള കുറ്റബോധം, നമ്മൾ പറയാത്ത ആ സ്നേഹത്തെക്കുറിച്ചുള്ള കുറ്റബോധം, നമ്മൾ നൽകാത്ത ആ ആലിംഗനത്തെക്കുറിച്ചുള്ള കുറ്റബോധം. ഇന്ന് ഈ നിമിഷം തന്നെ നിങ്ങൾ ഒരുപാട് നാളുകളായി വിളിക്കാത്ത ഒരാളെ വിളിക്കുക. നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടെന്ന് അവരോട് പറയുക. അവർ നിങ്ങൾക്ക് എത്ര പ്രധാനപ്പെട്ടവരാണെന്ന് അവരോട് പറയുക. കാരണം ആ നിമിഷം, ആ ബന്ധം, ആ സ്നേഹം, അതാണ് ജീവിതം. അധ്യായം 5. ആരോഗ്യം ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. ശിവ് ഖേര വളരെ കടുത്ത ഒരു സത്യം പറയുന്നു. നമ്മൾ ആരോഗ്യം നശിപ്പിച്ച് പണം സമ്പാദിക്കുന്നു. പിന്നീട് ആ പണം ചിലവാക്കി ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ചിന്തിച്ചു നോക്കൂ, ഇത് എത്ര വലിയ വിരോധാഭാസമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഇതുതന്നെയാണ് ചെയ്യുന്നത്. രാത്രി 2 മണി വരെ ജോലി, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. ജങ്ക് ഫുഡ്, വ്യായാമമില്ല, ഉറക്കമില്ല, നിരന്തരമായ സമ്മർദ്ദം. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നു, കുറച്ചുകൂടി കഴിയട്ടെ, ഒന്ന് സ്ഥിരതാമസമാകുമ്പോൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാം എന്ന്. പക്ഷേ സെറ്റിലാകുമ്പോഴേക്കും ശരീരം കണക്ക് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഡോക്ടർ മേത്ത എന്നൊരു ഡോക്ടറുടെ കഥയുണ്ട്. അദ്ദേഹം 20 വർഷത്തോളം രാവും പകലും ജോലി ചെയ്തു. ആയിരക്കണക്കിന് രോഗികളെ ചികിത്സിച്ചു. പക്ഷേ തനിക്ക് വേണ്ടി ഒരു ദിവസം പോലും മാറ്റിവെച്ചില്ല. 55-ാം വയസ്സിൽ ഹൃദയാഘാതം. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന്റെ രോഗികൾ അതെപ്പോഴും ഓർക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ ആളുകൾക്ക് ആരോഗ്യോപദേശങ്ങൾ നൽകി, എന്നാൽ ഞാൻ ഒരിക്കലും അത് പാലിച്ചില്ല. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ, എന്തിനു വേണ്ടിയാണോ ഞാൻ എന്റെ ആരോഗ്യം ബലികഴിച്ചത്? ആ പണം, ആ പദവി, ആ അംഗീകാരം, അതൊന്നും ഇന്ന് എന്റെ ഉപയോഗത്തിന് വരുന്നില്ല. ഉള്ളത് ഈ കിടക്ക മാത്രം, പിന്നെ ഈ IV ഡ്രിപ്പും. ശിവ് ഖേര പറയുന്നു, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്താണ് ആരോഗ്യം. ഇതിന് ദിവസവുമുള്ള നിക്ഷേപം ആവശ്യമാണ്. ദിവസവും കുറച്ച് നടത്തം, ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിന് ഉറക്കം, കുറച്ച് വിശ്രമം. ഇതൊന്നും ഒരു ആഡംബരമല്ല, ഇത് അതിജീവനമാണ്. ഇത് ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യവും അത്ര തന്നെ പ്രധാനമാണ്. നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആ സമ്മർദ്ദം, രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാത്ത ആ ഉത്കണ്ഠ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരംഭിക്കുന്ന ആ നെഗറ്റീവ് ചിന്തകൾ, ഇവയെ അവഗണിക്കരുത്. ആരോഗ്യകരമായ ശരീരത്തിൽ മാത്രമേ ആരോഗ്യകരമായ മനസ്സുണ്ടാകൂ എന്നും ആരോഗ്യകരമായ മനസ്സിൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകൂ എന്നും ശിവ് ഖേര പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ, ഇന്നു മുതൽ നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. കാരണം മറ്റെന്തും പിന്നീട് ചെയ്യാം. പക്ഷേ ആരോഗ്യം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരികെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അധ്യായം 6. നന്ദിയുള്ളവയെ കാണുകയില്ലാത്തവയെ അല്ല. ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമാണിത്. ശിവ് ഖേര ചോദിക്കുന്നു, നിങ്ങൾ എത്ര തവണ നന്ദിയുള്ളവരായിട്ടുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം? നമ്മുടെ കൈവശമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ കാറില്ല, വീടില്ല, ആ ബന്ധമില്ല, ആ ജോലിയില്ല, ആ പണമില്ല. പക്ഷെ ഉള്ളത് എത്ര ഗംഭീരമാണെന്ന് നമ്മൾ ഒരിക്കൽ പോലും നിർത്തി ചിന്തിക്കുന്നില്ല. ഇത് വായിക്കാൻ കഴിയുന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ട്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾക്ക് കാണാൻ കഴിയില്ല. കേൾക്കാൻ കഴിയുന്ന ചെവികൾ നിങ്ങൾക്കുണ്ട്. കോടിക്കണക്കിന് ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല. നടക്കാൻ കഴിയുന്ന കാലുകൾ നിങ്ങൾക്കുണ്ട്. കോടിക്കണക്കിന് ആളുകൾക്ക് നടക്കാൻ കഴിയില്ല. സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സമ്മാനം. ശിവ് ഖേര വളരെ വികാരഭരിതമായ ഒരു കഥ പറയുന്നു. ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എപ്പോഴും പരാതി പറയുമായിരുന്നു. എല്ലാ ദിവസവും, എല്ലാ കാര്യത്തിലും ജീവിതത്തോട് നിരാശനായിരുന്നു. ഒരു ദിവസം അയാൾ 2 കാലുകളുമില്ലാത്ത ഒരു യാചകനെ കണ്ടു. അവനൊരു വീൽചെയറിലായിരുന്നു. പക്ഷെ അവന്റെ മുഖത്ത് യഥാർത്ഥമായൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ മനുഷ്യൻ നിന്നു. അവൻ ആ യാചകനോട് ചോദിച്ചു, സഹോദരാ, നിനക്ക് കാലുകളില്ലല്ലോ, എന്നിട്ടും നീ എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കുന്നു? യാചകൻ പറഞ്ഞു, സാർ, എനിക്ക് കാലുകളില്ല എന്നത് സത്യമാണ്. പക്ഷേ എനിക്ക് കൈകളുണ്ട്, എനിക്ക് കണ്ണുകളുണ്ട്, എനിക്ക് ഈ പ്രഭാതമുണ്ട്, എനിക്ക് ഈ കാറ്റുണ്ട്, എനിക്ക് ഈ ജീവിതമുണ്ട്. ഇവയ്ക്കൊക്കെ ഞാൻ നന്ദിയുള്ളവനാണ്. ആ മനുഷ്യൻ അന്ന് നിശബ്ദനായി വീട്ടിൽ പോയി. തന്റെ പക്കൽ എത്രമാത്രം കാര്യങ്ങളുണ്ടെന്ന് അവൻ ആദ്യമായി ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞു. നന്ദി എന്നത് ഒരു ശീലമാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ ചിന്തിക്കുക. വലിയ കാര്യങ്ങളാകണമെന്നില്ല, ചെറിയ കാര്യങ്ങളായാലും മതി.
ഇന്ന് കാലാവസ്ഥ നല്ലതായിരുന്നു. ഇന്ന് ഭക്ഷണം ലഭിച്ചു. ഇന്ന് ആർക്കും അസുഖമില്ലായിരുന്നു. ഈ ചെറിയ ചെറിയ നന്ദികൾ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്നു. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ പ്രശ്നങ്ങളിൽ നിന്ന് മാറി അനുഗ്രഹങ്ങളിലേക്ക് പോകാൻ തുടങ്ങുന്നു. ശ്രദ്ധ അനുഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിതം ശരിക്കും മികച്ചതായി തോന്നാൻ തുടങ്ങുന്നു. ഇതാണ് നന്ദിയുടെ മാന്ത്രികത. അധ്യായം 7. ഭയം. ഭയത്തെ കീഴടക്കുക, അല്ലെങ്കിൽ ഭയം നിങ്ങളെ കീഴടക്കും. പൂർണ്ണമായി ജീവിക്കുന്നതിന് ഏറ്റവും വലിയ ശത്രു ഭയമാണ് എന്ന് ശിവ് ഖേര പറയുന്നു. ഭയം കാണാൻ കഴിയില്ലെങ്കിലും എല്ലായിടത്തുമുള്ളൊരു ശത്രുവാണ്. പരാജയപ്പെടുമോ എന്ന ഭയം, തിരസ്കരിക്കപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, മാറ്റങ്ങളെക്കുറിച്ചുള്ള ഭയം. ഈ ഭയം നമ്മൾ എവിടെയാണോ അവിടെത്തന്നെ നമ്മളെ നിർത്തിക്കളയുന്നു. നമ്മൾ എവിടെയായിരിക്കണമോ അവിടേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോഴും. കാവ്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വളരെ കഴിവുള്ള ഒരു എഴുത്തുകാരി. അവളുടെ വാക്കുകളിൽ ഒരു മാന്ത്രികതയുണ്ടായിരുന്നു. അത് വായിക്കുന്നവർ കരയുകയും ചിരിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അത് പ്രസിദ്ധീകരിച്ചില്ല. എന്തുകൊണ്ട് ഭയം? ആളുകൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആളുകൾ വിമർശിച്ചാൽ എന്ത് സംഭവിക്കും? ആരും വായിച്ചില്ലെങ്കിലോ? ആ ഭയം അവളുടെ എല്ലാ എഴുത്തുകളും ഒരു ഡയറിയിൽ പൂട്ടിവെക്കാൻ കാരണമായി. വർഷങ്ങൾ കഴിഞ്ഞു, ഡയറി നിറഞ്ഞു. പക്ഷേ ലോകത്തിന് ഒരിക്കലും അവളുടെ എഴുത്തുകൾ ലഭിച്ചില്ല. ഒരു ദിവസം അവളുടെ അമ്മയ്ക്ക് അസുഖം വന്നു. ആശുപത്രിയിൽ വെച്ച് അമ്മ കാവ്യയോടൊരു കാര്യം പറഞ്ഞു. മോളെ, ഞാൻ നിന്റെ ഡയറി വായിച്ചു. ഒരിക്കൽ അബദ്ധത്തിൽ നിന്റെ വാക്കുകൾ എന്നെ കരയിപ്പിച്ചു. ലോകത്തിന് ഇത്രയധികം നൽകാൻ നിനക്ക് കഴിയും. എന്നാൽ ഭയം കാരണം നീ ഇതെല്ലാം ഒരു ഡയറിയിൽ അടച്ചുവെക്കുകയാണ്. ഈ സമ്മാനം നിനക്കുള്ളത് മാത്രമല്ല, ഇത് ലോകത്തിനുള്ളതാണ്. അന്ന് കാവ്യ തന്റെ ആദ്യത്തെ ബ്ലോഗ് പ്രസിദ്ധീകരിച്ചു. 3 മാസത്തിനുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ അത് വായിച്ചു. നിന്റെ വാക്കുകൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് ആളുകൾ എഴുതുകയായിരുന്നു. ഭയത്തിന് അഥവാ ഫിയർ എന്നതിന് മറ്റൊരു പൂർണ്ണരൂപം കൂടിയുണ്ട്. ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് എന്ന് ശിവ് ഖേര പറയുന്നു. ഭയത്തെ നേരിടുക, അതിൽ നിന്ന് ഓടിയൊളിക്കരുത്. നിങ്ങൾ ഓരോ തവണ ഭയത്തെ നേരിടുമ്പോഴും നിങ്ങൾ കൂടുതൽ ധൈര്യശാലിയാകുന്നു. ഭയമുണ്ടായിട്ടും നിങ്ങൾ ഓരോ തവണ മുന്നോട്ടു പോകുമ്പോഴും നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി വികസിക്കുന്നു. ഭയത്തോടുകൂടി ജീവിക്കുന്നതല്ല ധൈര്യം. ഭയമുണ്ടായിട്ടും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നതാണ് ധൈര്യം. ഈ ധൈര്യമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ജീവനുള്ളവരാക്കുന്നത്. അധ്യായം 8. നൽകൽ. നിങ്ങൾ എന്താണോ നൽകുന്നത് അത് യഥാർത്ഥത്തിൽ വർദ്ധിക്കുന്നു. ശിവ് ഖേര ഒരു വിരോധാഭാസം വിശദീകരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് നൽകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പക്കലുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ഇത് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് തോന്നാം. പക്ഷേ സത്യമാണ്. നിങ്ങളൊരാൾക്ക് സമയം നൽകുമ്പോൾ നിങ്ങളുടെ സമയം കൂടുതൽ വിലപ്പെട്ടതാകുന്നു. നിങ്ങൾ ആർക്കെങ്കിലും അറിവ് നൽകുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. നിങ്ങൾ ആർക്കെങ്കിലും സ്നേഹം നൽകുമ്പോൾ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വലുതാകുന്നു. നൽകൽ എന്നത് എന്തിനേയും ഇരട്ടിപ്പിക്കുന്ന ഒന്നാണ്. രാജ് എന്നു പേരുള്ള ഒരു ധനികനായ ബിസിനസ്സുകാരനുണ്ടായിരുന്നു. പണം, പദവി, അധികാരം തുടങ്ങി എല്ലാം അവന്റെ പക്കലുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും വല്ലാത്തൊരു ഏകാന്തത അവനുണ്ടായിരുന്നു. ഒരു ദിവസം അവന്റെ ഉപദേശകൻ അവനോട് പറഞ്ഞു, രാജ്, നിനക്ക് വാങ്ങാൻ അറിയാം, പക്ഷെ നൽകാൻ അറിയില്ല. രാജിന് തോന്നി ഇത് ശരിയല്ല എന്ന്. ഞാൻ നികുതി അടയ്ക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നവൻ പറഞ്ഞു. ഉപദേശകൻ പറഞ്ഞു, നികുതിയും ദാനധർമ്മങ്ങളും നൽകലല്ല, അതിൽ ഒരു ഇടപാടുണ്ട്. യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു മൂല്യം ചേർക്കുമ്പോഴാണ് നൽകൽ സംഭവിക്കുന്നത്. രാജ് ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. അവൻ തന്റെ പ്രദേശത്തെ 10 പാവപ്പെട്ട വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്തു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് അവൻ ഏറ്റെടുത്തു. അവരെ നേരിട്ട് കാണുമായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമായിരുന്നു. 2 വർഷത്തിനു ശേഷം ആ വിദ്യാർത്ഥികളിൽ ഒരാൾ ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് കയറി. ആ വിദ്യാർത്ഥി അവനെ കാണാൻ വന്നു. അവന്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സാർ, നിങ്ങൾ എനിക്ക് ചെയ്തതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ കാരണമാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. രാജ് അന്ന് വീട്ടിൽ പോയി പറഞ്ഞു, ഈ തോന്നൽ, ഈ സംതൃപ്തി, ഈ പൂർണ്ണത, ഇത് ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല. എല്ലാ സമ്പത്തിനും എല്ലാ വിജയത്തിനും ഈ ഒരു തോന്നൽ നൽകാൻ കഴിഞ്ഞില്ല. ശിവ് ഖേര പറയുന്നു, നിങ്ങൾ നൽകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. നൽകൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം നൽകുന്നു, ഒരു ബന്ധം നൽകുന്നു, ഒരർത്ഥം നൽകുന്നു. ഈ അർത്ഥമാണ്, ഈ ലക്ഷ്യമാണ് നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും സജീവമാക്കുന്നത്. ഇന്ന് നൽകുവാൻ ചെറിയൊരു പ്രവൃത്തി ചെയ്യുക. ആരെങ്കിലും സഹായിക്കുക, ആരെങ്കിലും അഭിനന്ദിക്കുക, ആർക്കെങ്കിലും വേണ്ടി വാതിൽ തുറന്നുപിടിക്കുക, ആരെങ്കിലും പറയുന്നത് ആത്മാർത്ഥമായി കേൾക്കുക. ചെറിയൊരു പ്രവൃത്തി, പക്ഷേ ഇത് നിങ്ങളെയും അവരെയും ജീവനുള്ളവരായി തോന്നിപ്പിക്കും. അധ്യായം 9. നിരന്തരമായ പഠനം. പഠിക്കുന്നത് നിർത്തുന്നയാൾ ജീവിക്കുന്നതും നിർത്തുന്നു. ശിവ് ഖേരയുടെ വളരെ ശക്തമായ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് നിർത്തുന്ന ദിവസമാണ് നിങ്ങൾ മരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ എന്ന് പഠിക്കുന്നത് നിർത്തുന്നുവോ അന്നു മുതൽ നിങ്ങൾ പതിയെ മരിക്കാൻ തുടങ്ങുന്നു. ഇത് കേൾക്കാൻ കഠിനമാണെന്ന് തോന്നാം, പക്ഷേ സത്യമാണ്.
ശരിക്കും ജീവനുള്ള ആളുകൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ളവരാണ്. എപ്പോഴും പുതിയത് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും വളരാൻ ആഗ്രഹിക്കുന്നു. അവർ സുഖമായി വെറുതെയിരിക്കില്ല. അവർ സ്വയം തൃപ്തിയടയില്ല. അവർ എപ്പോഴും ഒരു വിദ്യാർത്ഥിയെപ്പോലെയാണിരിക്കുന്നത്. വളരെ പ്രശസ്തമായൊരു കഥയുണ്ട്. വലിയ അറിവുള്ള ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സെൻ മാസ്റ്റർ അദ്ദേഹത്തെ കാണാൻ വന്നു. പ്രൊഫസർ സെൻ മാസ്റ്റർക്ക് ചായ നൽകി. സെൻ മാസ്റ്റർ കപ്പ് പിടിച്ചു. പ്രൊഫസർ ചായ ഒഴിക്കാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു. പക്ഷേ സെൻ മാസ്റ്റർ അദ്ദേഹത്തെ തടഞ്ഞില്ല. ചായ കപ്പിൽ നിന്ന് പുറത്തേക്കൊഴുകി മേശയിൽ പരക്കാൻ തുടങ്ങി. പ്രൊഫസർ പരിഭ്രാന്തിയോടെ പറഞ്ഞു, നിർത്തൂ, കപ്പ് നിറഞ്ഞുപോയി, ഇനി ഇതിൽ കൊള്ളില്ല. സെൻ മാസ്റ്റർ പറഞ്ഞു, തീർച്ചയായും ഇതാണ് നിങ്ങളുടെ മനസ്സും. ഇത് നേരത്തെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പുതിയതൊന്നും വരാൻ കഴിയില്ല. ആദ്യം ഇത് ശൂന്യമാക്കൂ, എങ്കിലേ പുതിയത് വരികയുള്ളൂ. ഇതാണ് നിരന്തരമായ പഠനത്തിന്റെ തത്വശാസ്ത്രം. സ്വയം എപ്പോഴും ശൂന്യമായി വയ്ക്കുക. വിനയമുള്ളവരായിരിക്കുക. തുറന്ന മനസ്സുള്ളവരായിരിക്കുക. നിങ്ങൾ എത്ര വിജയിയാണെങ്കിലും എത്ര അനുഭവസമ്പത്തുണ്ടെങ്കിലും എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കുക. എല്ലാ ദിവസവും പുതിയതായി എന്തെങ്കിലും പഠിക്കുക എന്ന് ശിവ് ഖേര പറയുന്നു. ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം വായിക്കുക. ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക. പുതിയൊരു നൈപുണ്യം പഠിക്കുക. ആരോടെങ്കിലും പുതിയത് ചോദിച്ചറിയുക. ഈ ദൈനംദിന പഠനം അല്ലെങ്കിൽ അറിയാനുള്ള ഈ ആകാംക്ഷ നിങ്ങളുടെ തലച്ചോറിനെ ഉണർത്തി നിർത്തുന്നു. നിങ്ങളുടെ ആത്മാവിനെ സജീവമാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ആവേശകരമാക്കുന്നു. അധ്യായം 10. വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഇപ്പോൾ ജീവിക്കുക, കാരണം ഇതാണ് യഥാർത്ഥ ജീവിതം. ശിവ് ഖേരയുടെ ഏറ്റവും വൈകാരികവും പ്രധാനപ്പെട്ടതുമായ സന്ദേശം. ഭൂരിഭാഗം ആളുകളും 2 ഇടങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഒന്നുകിൽ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ. ഭൂതകാലത്തിൽ കുറ്റബോധമാണ് ഉണ്ടാകുക. എന്ത് സംഭവിക്കാമായിരുന്നു, എന്ത് സംഭവിക്കണമായിരുന്നു, ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ, അത് സംഭവിക്കാതിരുന്നെങ്കിൽ. ഭാവിയിൽ ഉത്കണ്ഠയാണ് ഉണ്ടാകുക. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, ഇത് നടന്നില്ലെങ്കിൽ, അത് സംഭവിച്ചാൽ പിന്നെ വർത്തമാനകാലം, യഥാർത്ഥ ജീവിതം, അത് നഷ്ടപ്പെട്ടു പോകുന്നു. പ്രശസ്തമായൊരു കഥയുണ്ട്. ഒരു രാജാവുണ്ടായിരുന്നു. എപ്പോഴും ആശങ്കാകുലനായിരുന്നു. ഭൂതകാലത്തിലെ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. അദ്ദേഹം ബുദ്ധിമാനായ ഒരാളെ വിളിപ്പിച്ച് ചോദിച്ചു, എനിക്കെങ്ങനെ സമാധാനം ലഭിക്കും? ബുദ്ധിമാനായ അയാൾ രാജാവിന് ഒരു മോതിരം നൽകി. അതിലെഴുതിയിരുന്നു, ഇതും കടന്നുപോകും എന്ന്. ബുദ്ധിമാൻ പറഞ്ഞു, നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ഇതും കടന്നുപോകും എന്നോർക്കുക. അപ്പോൾ നിങ്ങൾ ആ സന്തോഷം കൂടുതൽ ആഴത്തിൽ ആസ്വദിക്കും. നിങ്ങൾ ദുഃഖിതനായിരിക്കുമ്പോൾ ഇതും കടന്നുപോകും എന്നോർക്കുക. അപ്പോൾ നിങ്ങളുടെ ദുഃഖം കുറയും. 2 സാഹചര്യങ്ങളിലും നിങ്ങൾ വർത്തമാനകാലത്തിലായിരിക്കും. ഇതാണ് വിവേകം. വർത്തമാന നിമിഷം ഇതുമാത്രമാണ് ഏക യാഥാർത്ഥ്യം. ഭൂതകാലം കഴിഞ്ഞുപോയി, ഭാവി വന്നിട്ടില്ല. ഈ നിമിഷം, ഈ ശ്വാസം, ഈ ഹൃദയമിടിപ്പ്, ഇതുമാത്രമാണ് യാഥാർത്ഥ്യം. നിങ്ങൾ യഥാർത്ഥത്തിൽ വർത്തമാനകാലത്തിലായിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളെയും വ്യത്യസ്തമായി കാണാൻ കഴിയുമെന്ന് ശിവ് ഖേര പറയുന്നു. നിങ്ങൾ 1000 തവണ കണ്ട സൂര്യാസ്തമയം ഇന്ന് ആദ്യമായി യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നു. എല്ലാ പ്രഭാതങ്ങളിലുമുള്ള ആ ചായയുടെ മണം ഇന്ന് ആത്മാർത്ഥമായി അനുഭവപ്പെടുന്നു. എന്നും കേൾക്കുന്ന ആ കുട്ടിയുടെ ചിരി ഇന്ന് ഹൃദയം വരെ എത്തുന്നു. ഇതാണ് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത്. ഇതുതന്നെയാണ് യഥാർത്ഥ ജീവിതം. അധ്യായം 11. പൈതൃകം. നിങ്ങൾ പോയതിനു ശേഷം എന്ത് അവശേഷിക്കും? ആത്മാവിനെ പിടിച്ചുലയ്ക്കുന്നൊരു ചോദ്യം ശിവ് ഖേര ചോദിക്കുന്നു. ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറയപ്പെടും? നിൽക്കൂ, സത്യമായിട്ടും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആളുകൾ എന്തു പറയും? അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇത് മാത്രം പോരാ. അദ്ദേഹം കഠിനാധ്വാനിയായിരുന്നു. ഇതും പോരാ. അദ്ദേഹത്തിന് ഒരുപാട് പണമുണ്ടായിരുന്നു. ഇത് തീരെ പോരാ. യഥാർത്ഥ ചോദ്യം ഇതാണ്. നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയോ? നിങ്ങളുടെ സാന്നിധ്യം ആർക്കെങ്കിലും പ്രചോദനമായോ? നിങ്ങളുടെ സ്നേഹം ആരുടെയെങ്കിലും മുറിവുണക്കിയോ? നിങ്ങളുടെ വാക്കുകൾ ആർക്കെങ്കിലും എഴുന്നേൽക്കാൻ ധൈര്യം നൽകിയോ? നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ശിവ് ഖേര പറയുന്നു, പൈതൃകം പണം കൊണ്ടുണ്ടാകുന്നതല്ല, പ്രശസ്തി കൊണ്ടുണ്ടാകുന്നതല്ല. പൈതൃകമുണ്ടാകുന്നത് സ്വാധീനം കൊണ്ടാണ്. നിങ്ങൾ ദിനംപ്രതി ആളുകളിൽ ഉണ്ടാക്കുന്ന ആ സ്വാധീനത്തിൽ നിന്നാണ്. ഒരു അധ്യാപകന്റെ കഥയുണ്ട്. വളരെ സാധാരണക്കാരനായ അധ്യാപകൻ. ചെറിയ നഗരത്തിൽ കുറഞ്ഞ ശമ്പളം വാങ്ങുന്നയാൾ. അദ്ദേഹം വിരമിച്ചപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ വന്നു. വലിയ വിജയങ്ങൾ നേടിയവർ. വ്യത്യസ്ത നഗരങ്ങളിൽ നിന്ന് വന്നവർ. അവരിൽ ഒരാൾ ഡോക്ടറായിരുന്നു, ഒരാൾ എഞ്ചിനീയറായിരുന്നു, ഒരാൾ വ്യവസായിയായിരുന്നു. അവരെല്ലാവരും ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ ഞങ്ങളെ പാഠങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, സ്വന്തം കഴിവിൽ വിശ്വസിക്കാൻ, സ്വപ്നങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ആ അധ്യാപകൻ കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു,
ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. പക്ഷേ ആ സാധാരണ ജോലി നൂറുകണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചു. ഇതാണ് പൈതൃകം. നിങ്ങൾ പ്രശസ്തനാകണമെന്നില്ല, നിങ്ങൾ ധനികനാകണമെന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹത്തോടെ നിങ്ങളുടെ ജോലിയിലൂടെ, നിങ്ങളുടെ ബന്ധങ്ങളിലൂടെ, നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഈ ലോകത്തെ കുറച്ചുകൂടി മികച്ചതാക്കിയാൽ മതി. അതുമാത്രമായിരിക്കും നിങ്ങളുടെ പൈതൃകം. നിങ്ങൾ പോയതിനുശേഷവും അവശേഷിക്കുന്നത് അതുമാത്രമായിരിക്കും. അധ്യായം 12 പൂർണ്ണമായി ജീവിക്കാനുള്ള തിരഞ്ഞെടുപ്പ്. ഇന്നത്തെ തീരുമാനം. ഈ പുസ്തകം മുഴുവൻ ഒരു തീരുമാനത്തിൽ വന്നു നിൽക്കുന്നു. ലളിതമായ എന്നാൽ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം. ജീവിതം നിങ്ങളെ ജീവിക്കുകയല്ല, നിങ്ങൾ ജീവിതത്തെയാണ് ജീവിക്കുന്നത് എന്ന് ശിവ് ഖേര പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് എല്ലാ ദിവസവും, എല്ലാ നിമിഷവും, ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ പക്കലുണ്ട്. പരാതി പറയാനോ നന്ദിയുള്ളവരാകാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഭയമോ ധൈര്യമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഭൂതകാലത്തിൽ ജീവിക്കാനോ വർത്തമാനകാലത്തിൽ ജീവിക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വെറുതെ അതിജീവിക്കാനോ യഥാർത്ഥത്തിൽ ജീവിക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ തിരഞ്ഞെടുപ്പ്, ഈ തീരുമാനം എല്ലാ നിമിഷവും ലഭ്യമാണ്. ഇതുതന്നെയാണ് ശിവ് ഖേരയുടെ ഏറ്റവും വലിയ സന്ദേശം. ജീവൻ ഉള്ളിടത്തോളം കാലം ജീവിക്കുക. ജീവിക്കുന്ന കാലമത്രയും പൂർണ്ണമായും ജീവിക്കുക, നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ. ഒരു ഡോക്ടർ ഒരിക്കൽ പറഞ്ഞു, ഒരുപാട് ആളുകളെ അവരുടെ അവസാന ശ്വാസത്തിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കുറ്റബോധത്തോടെ മരിക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടവരല്ല, മറിച്ച് അവർ ഒരിക്കൽ പോലും ഒന്നിനും ശ്രമിക്കാത്തവരാണ്. പറയാനുണ്ടായിരുന്നത് പറയാതിരുന്നവർ, ചെയ്യാനുണ്ടായിരുന്നത് ചെയ്യാതിരുന്നവർ, ജീവിക്കേണ്ടിയിരുന്ന ജീവിതം ജീവിക്കാത്തവർ. സുഹൃത്തുക്കളെ, ആ പശ്ചാത്താപം നിങ്ങൾക്കുണ്ടാകരുത്. അവസാന സന്ദേശം ഇപ്പോൾ മുതൽ തുടങ്ങുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഇപ്പോൾ ഈ നിമിഷം ഒരു ദീർഘശ്വാസമെടുത്ത് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നുത്തരം അതെ എന്നാണെങ്കിൽ ഇനിയും ആഴത്തിൽ ജീവിക്കുക. ഉത്തരമല്ല എന്നാണെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ വിളിക്കാത്ത ആ ഫോൺ കോൾ ഇന്ന് വിളിക്കുക. നിങ്ങൾ പറയാത്ത ആ സ്നേഹം ഇന്ന് പറയുക. നിങ്ങൾ അലമാരയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആ സ്വപ്നത്തിനായി ഇന്ന് ചെറിയൊരു ചുവട് വയ്ക്കുക. നിങ്ങൾ ഒരിക്കലും ശരിയായി കണ്ടിട്ടില്ലാത്ത ആ സൂര്യാസ്തമയം ഇന്ന് കാണുക. നിങ്ങളുടെ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം, അത് എത്ര ഗംഭീരമാണെന്ന് അവരോട് പറയുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഈ കാര്യങ്ങൾ, ഈ നിമിഷങ്ങൾ, ഇതാണ് ജീവിതം. ഈ ജീവിതം ഒരു തവണ മാത്രമേ ലഭിക്കൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ് ശിവ് ഖേര ഈ പുസ്തകം എഴുതിയത്. ഈ സമയം തിരികെ വരില്ല എന്നും ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് നാളെയുണ്ടാകില്ല എന്നും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ജീവനുള്ളിടത്തോളം കാലം ജീവിക്കുക. പൂർണ്ണമായും നിർഭയമായി, നന്ദിയോടെ, സ്നേഹത്തോടെ ജീവിക്കുക. കാരണം വളരെ മനോഹരമായ ഈ ജീവിതം എന്ന സമ്മാനം നിങ്ങൾക്ക് ഒരു തവണ മാത്രമേ ലഭിക്കൂ. ഇത് പാഴാക്കരുത്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഇത് യഥാർത്ഥത്തിൽ ജീവിക്കുക. ഇവിടെ വന്നതിന് നന്ദി. ഈ സംഗ്രഹം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഇന്നിത് ഏറ്റവും ആവശ്യമുള്ള ഒരാളുമായി തീർച്ചയായും ഇത് പങ്കുവയ്ക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാ ദിവസവും നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന പുതിയൊരു പുസ്തകം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. ജീവനുള്ളിടത്തോളം കാലം ജീവിക്കുക.